മുറിയും ഹാളുമെല്ലാം അടിച്ചു വാരി തുടച്ച് പാർവതി അടുക്കളയിലേക്ക് കയറിയതും ഹാളിലെ സെറ്റിയിൽ ഇരുന്നിരുന്ന പ്രീത എഴുന്നേറ്റു. പാർവതി, ഞാൻ പോവാണിട്ടോ. പോകുന്നതിനു മുൻപ് ആ ചോറിന്റെ ചെമ്പ് കൂടി കഴുകി വെച്ചേക്കണം. പ്രീത അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞതും അടുക്കളയിൽ നിന്നും തലയാട്ടിക്കൊണ്ട് പാർവതി പുറത്തേക്ക് വന്നു. അവളെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് പ്രീത മുറിയുടെ വാതിൽക്കൽ ചെന്നൊന്ന് അകത്തേക്ക് എത്തി നോക്കി. അവരുടെ ഭർത്താവ് അനിൽ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കമാണ്. അവർ വാതിലൊന്ന് അടച്ച ശേഷം പുറത്തേക്കുള്ള വാതിൽക്കലേക്ക് നടന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും പാത്രം കഴുകുന്ന ശബ്ദം കേട്ടു തുടങ്ങി. പ്രീത പിന്നെ അവിടെ നിൽക്കാതെ വാതിൽ തുറന്നു പുറത്തേക്ക് പോയി. സിങ്കിൽ ഒരു കുന്നുകണക്കിന് പാത്രങ്ങൾ കൂടിക്കിടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ചോറ് വെച്ചൊരു ചെമ്പും. അവൾ സിങ്കിലെ പാത്രങ്ങൾ ഓരോന്നും കഴുകിയെടുക്കാൻ തുടങ്ങി. പുറത്തേക്കുള്ള വാതിൽ അടയുന്ന ശബ്ദം കേട്ടതും കട്ടിലിൽ കണ്ണടച്ച് ചെരിഞ്ഞു കിടന്നിരുന്ന അയാൾ പതുക്കെ കണ്ണു തുറന്നു. അയാൾ വെറുതെ കണ്ണടച്ച് കാതും കൂർപ്പിച്ച് കിടന്നതായിരുന്നു. ശേഷം വാതിൽക്കലേക്ക് ഒന്ന് നോക്കി. വാതിൽ അടഞ്ഞു കിടപ്പാണ്. ബാത്റൂമിന്റെ വാതിലും പുറത്തുനിന്നും അടച്ചിരിക്കുകയാണ്. അയാൾ പതിയെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ഹാളിലൊന്നും ആരുമില്ല. പുറത്തേക്കുള്ള വാതിലും അടഞ്ഞു കിടക്കുന്നു. അയാൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു. അതിനിടയിൽ മറ്റേ മുറിയിലേക്കും അയാൾ വെറുതെ ഒന്ന് നോക്കി. ഇല്ല, അവൾ പോയത് തന്നെയാണ്. ഇന്ന് വൈകിട്ട് കൂട്ടുകാരിയുടെ അടുത്ത് പോകുമെന്ന് അവൾ പറഞ്ഞിരുന്നു. ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരിയുമായി അയാൾ അടുക്കളയിലേക്ക് നടന്നു. തിരിഞ്ഞു നിന്ന് പാത്രം കഴുകുകയാണ് പാർവതി. 26 വയസ്സുണ്ട് അവൾക്ക്. പക്ഷേ കണ്ടാൽ അത്രയൊന്നും പറയുകയില്ല. വെളുത്തു മെലിഞ്ഞ് ഒതുങ്ങിയ ശരീരവുമായി ചെറിയൊരു പെൺകുട്ടി. അവളുടെ ശരീരത്തിലൂടെ ആ 55കാരന്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. അവസാനം അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിൽ അയാളുടെ നോട്ടം വന്നു നിന്നതും അയാൾ പതിയെ അവൾക്കരികിലേക്ക് നടന്നു. വേഗത്തിൽ പാത്രങ്ങൾ ഓരോന്നും കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിലൊരു കാലനക്കം പോലെ തോന്നിയത്. അവളൊരു ഞെട്ടലോടെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അയാൾ അവൾക്കരികിൽ എത്തിയിരുന്നു. തനിക്ക് തൊട്ടരികിൽ നിൽക്കുന്ന അയാളെ ഞെട്ടലോടെ തന്നെ നോക്കിക്കൊണ്ട് അവൾ കുറച്ചൊന്ന് മാറി നിന്നു. എന്താ? ഉള്ളിൽ പേടി തോന്നുമ്പോഴും പുറമേ ഗൗരവം വരുത്തിക്കൊണ്ട് തന്നെ അവൾ അയാളോട് ചോദിച്ചു. അത് ഒരു ചായ വേണം. അയാൾ പറഞ്ഞതും അവളൊന്ന് അയാളെ തറപ്പിച്ചു നോക്കി. അങ്ങോട്ട് ചെന്നോളൂ, അവിടേക്ക് കൊണ്ടുതരാം, അവൾ പറഞ്ഞു. എന്തിനാ അങ്ങോട്ട് ചെന്നിട്ട്? ഞാനിവിടെ നിൽക്കാം. നമുക്കെന്തേലും മിണ്ടേം പറയുകയും ചെയ്യാലോ, അയാൾ സ്ലാബിലേക്ക് ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാർ അങ്ങോട്ട് ചെല്ലൂ, അവൾ പറഞ്ഞതും അയാൾ വേറെന്തോ കൂടി പറയാൻ വന്നതും അവൾ അയാളെ തടഞ്ഞു. പറഞ്ഞല്ലോ സാർ, സാർ അങ്ങോട്ട് ചെന്നോളൂ. ചായയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തന്നോളാം, അവളൊന്ന് തർപ്പിച്ചു തന്നെ പറഞ്ഞതും അയാൾ പിന്നെയൊന്നും പറഞ്ഞില്ല. അവളെ ഒന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അടുക്കളയ്ക്ക് പുറത്തേക്ക് നടന്നു. അയാൾ പോയതും വാതിൽക്കലേക്ക് നോക്കിയൊന്ന് അവൾ നെടുവീർപ്പിട്ടു. പിന്നെ കൈ കഴുകി വന്ന് ഒരു ഗ്ലാസ് ചായക്കുള്ള പാൽ അടുപ്പത്ത് വെച്ചു. അത് തിളച്ചു വന്നതും അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചേർത്തിളക്കി ചൂടോടെ തന്നെ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അയാൾക്ക് ചായ ചൂടോടെ കിട്ടണം. അയാൾക്ക് മാത്രമല്ല, ഈ അപ്പാർട്ട്മെന്റിലെ പലർക്കും ചായ ചൂടോടെ തന്നെയാണ് കിട്ടേണ്ടത്. അവൾ ചായയുമായി ചെല്ലുമ്പോൾ അയാൾ ഹാളിലില്ല. നോക്കുമ്പോൾ അയാൾ മുറിയിലാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. അവൾക്ക് മുറിയിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. അവൾ ചായ ഹാളിലെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. ചായ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അവൾ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞതു കേട്ട് അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവൾ പിന്നെ അവിടെ നിൽക്കാതെ അടുക്കളയിലേക്ക് തന്നെ ചെന്നു. അവൾ കയ്യിൽ കൊണ്ടുതരുമെന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെയാണ് മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ നിന്നതും. അയാൾക്ക് വല്ലാത്ത നഷ്ടബോധം തോന്നി. അടുക്കളയിലേക്ക് വന്ന അവൾക്ക് വല്ലായ്മ തോന്നി. അവൾ നിർത്തിവെച്ചിരുന്ന പാത്രങ്ങൾ വേഗത്തിൽ വീണ്ടും കഴുകി തുടങ്ങി. സിങ്കിലെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതും അവൾ തൊട്ടപ്പുറം വെച്ചിരിക്കുന്ന ചോറിന്റെ ചെമ്പെടുത്തു നോക്കി. ഇന്നലെ ചെമ്പ് കഴുകി വെച്ചതാണല്ലോ, പിന്നെ ഇതേതാണാവോ വേറൊരു ചെമ്പ്? ചിലപ്പോൾ രാത്രി ആരെങ്കിലും വന്നിട്ടുണ്ടാകും, അവർക്ക് വേണ്ടി വെച്ചതാവും. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്? എങ്കിലും ഇതിലിത്തിരി വെള്ളം ഒഴിച്ചു വെച്ചൂടെ? എന്നാൽ ഇത് ഇങ്ങനെ ഉണങ്ങിപ്പിടിക്കുമോ? എൻ്റെ ഒരു വിധി, പതിയെ സ്വയം പറഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പിടിച്ചിരിക്കുന്ന ചോറിൻ വറ്റുകളെല്ലാം അവൾ ശക്തിയിൽ ഉരച്ചു മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അയാൾ ചായയും കുടിച്ചു കഴിഞ്ഞ് കാലിഗ്ലാസും കൊണ്ട് അവിടേക്ക് വന്നു. അവിടെ വെച്ചോളൂ. അയാളെ നോക്കാനൊന്നും അവൾക്ക് നേരമില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് ഇവിടെ നിന്നും പോയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്.
അയാൾ മാത്രമാകുമ്പോഴാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ. അയാളുടെ ഭാര്യ പ്രീത ഉണ്ടാകുമ്പോൾ അയാൾ മുറിയിൽ നിന്നും പുറത്തിറങ്ങാറ് പോലുമില്ല. അതിനേതു നേരവും അതു ചെയ്യ് ഇതു ചെയ്യ് എന്നും പറഞ്ഞ് പ്രീത അവളുടെ പിറകിൽ തന്നെയായിരിക്കും. അയാൾ ഗ്ലാസ് സ്ലാബിന് മുകളിൽ വെച്ചെങ്കിലും അടുക്കളയിൽ നിന്നും പോയില്ല. അവളെയും നോക്കി അവിടെ ചുമരും ചാരി നിന്നു. അയാൾ അവിടെ തന്നെ നിൽക്കുന്നെന്ന ചിന്തയിൽ അവളാകെ ഉരുകിയൊലിച്ചു. എങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ആരുമില്ല, അവളും അയാളും മാത്രം. എന്തെങ്കിലും പറഞ്ഞ് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നത് അത്ര നന്നായിരിക്കില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം ചോറിന്റെ ചെമ്പ് കഴുകി കമഴ്ത്തി. പിന്നീട് അയാൾ കുടിച്ചു വെച്ച ഗ്ലാസ് കൂടി കഴുകി വെച്ച ശേഷം അവളുടെ ബാഗുമെടുത്ത് അവൾ വേഗം പുറത്തേക്ക് നടന്നു. അവളുടെ പിറകെ അയാളും ചെന്നു. അവൾ അയാളെ നോക്കാതെ തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. മുകളിലേക്കുള്ള കോണിപ്പടി കയറി അവൾ കണ്ണിൽ നിന്നും മറയുന്നതുവരെ അയാൾ അവളെ തന്നെ നോക്കി നിന്നു. ശേഷം വാതിലടച്ച് അകത്തേക്ക് വന്നു. അപ്പോഴും അയാളുടെ ഉള്ളിൽ അവളുടെ ശരീരഭംഗി നിറഞ്ഞു നിന്നു. അവിടെ നിന്നും വന്ന് കോണിപ്പടി കയറി തുടങ്ങിയപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. അവൾക്ക് ഇപ്പോൾ അയാളെ വല്ലാതെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. അയാളുടെ ഭാര്യ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ നിന്നും ജോലിയെടുക്കാൻ വലിയ പ്രയാസമില്ല. അല്ലാത്തപ്പോഴാണ് വല്ലാത്ത പ്രയാസം. പേടിച്ച് പേടിച്ചാണ് ഓരോ ജോലിയും എടുക്കുന്നത്. പക്ഷേ ഇനിയും ഇങ്ങനെ പേടിച്ചു പേടിച്ച് ജോലിയെടുക്കാൻ വയ്യ. എന്തായാലും ഈ മാസത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അവിടത്തെ ജോലി നിർത്തണം. അതവൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ അപ്പാർട്ട്മെന്റിൽ ആകെ 5 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ആ 5 ഇടങ്ങളിലും ജോലിയെടുക്കുന്നത് പാർവതിയാണ്. അടിച്ചുവാരി തുടയ്ക്കുന്നതാണ് അവളുടെ ജോലി. പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കുക കൂടി ചെയ്യണം. അവളുടെ അമ്മയായിരുന്നു ഈ അപ്പാർട്ട്മെന്റിലെ മുഴുവൻ ജോലിയും ചെയ്തിരുന്നത്. പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യാതെയായി. കാലിന് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പകരം വന്നതാണ് അവളിവിടെ. അതു കഴിഞ്ഞിട്ടിപ്പോൾ 8-9 മാസമായി. പിന്നീട് അമ്മയ്ക്ക് സുഖമായി ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥയായപ്പോൾ അമ്മ പറഞ്ഞതാണ് അവളോട് ഈ ജോലി ഉപേക്ഷിക്കാൻ. പക്ഷേ അവൾക്കതിന് പറ്റിയില്ല. അതിന് ഒരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. 5-ാം നമ്പർ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആ ചെറുപ്പക്കാരൻ. അപ്പോഴാണ് അമ്മയ്ക്ക് ഇതുപോലെ മറ്റൊരിടത്ത് ജോലി ശരിയായത്. ചികിത്സയ്ക്കും അല്ലാതെയും വാങ്ങിയ കുറച്ചധികം കടമുണ്ടായിരുന്നു. വീടിന്റെ ആധാരം ബാങ്കിൽ പണയം വെച്ചത് കാലാവധി കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കൂടിയായപ്പോൾ ജോലി വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. ഈ പേരും പറഞ്ഞ് അമ്മയെ സമ്മതിപ്പിച്ചു. ഇവൾ ഇവിടെ തന്നെയും അമ്മ പുതിയ ഇടത്തും ജോലിക്ക് പോയി തുടങ്ങി. അവൾ അയാളുടെ മുറിയിൽ നിന്നും നേരെ പോയത് 5-ാം നമ്പർ മുറിയിലേക്കാണ്. അവൾ കോളിംഗ് ബെൽ അടിച്ച ശേഷം ആ വാതിൽക്കൽ അങ്ങനെ നിന്നു. അല്പസമയം കഴിഞ്ഞു വാതിൽ തുറക്കാതെ അവൾ വീണ്ടും ആ സ്വിച്ചിലൊന്ന് വിരലമർത്തി. ഒരു 2 നിമിഷത്തിന് ശേഷം ആ വാതിൽ അവൾക്ക് മുൻപിലായി തുറന്നു. വാതിൽക്കൽ നിൽക്കുന്ന അവനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. എന്താ വാതിൽ തുറക്കാൻ വൈകിയേ? ഉറങ്ങായിരുന്നോ? അവൾ ബാഗ് അവിടെയുള്ള കസേരയിലേക്ക് വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. ആ, ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി പറഞ്ഞുകൊണ്ട് അവൻ ചെന്ന് ഹാളിൽ ഇട്ടിരിക്കുന്ന ആ കസേരയിലേക്കിരുന്നു. അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഒരു മൂലയ്ക്ക് വെച്ചിരുന്ന ചൂലെടുത്ത് അടിക്കാനൊരുങ്ങിയതും അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി. ഉള്ളിൽ തോന്നിയ സംശയം ചോദിക്കാൻ പോകുമ്പോഴേക്കും പിറകിൽ നിന്നും അവൻ വിളിച്ചിരുന്നു. പാർവതി, അടിച്ചു വാരേണ്ട, ഞാൻ അടിച്ചു വാരി. അവൻ ഇരുന്നിടത്തു നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. അവൾ ചൂലവിടെ വെച്ച ശേഷം ഹാളിലേക്ക് വന്നു. കയ്യിലൊരു പുസ്തകവും പിടിച്ച് ഹാളിലെ കസേരയിൽ അവൻ ഇരിക്കുന്നുണ്ട്. തലയും കുനിച്ച് പുസ്തകത്തിലേക്കാണ് നോക്കുന്നതെങ്കിലും അത് വായിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. അവൾ അവനെ തന്നെ ഒന്ന് നോക്കി. അതെന്തിനാ അടിച്ചു വാരിയത്? അവൾ ചോദിച്ചു. അവനൊന്ന് മുഖമുയർത്തി അവളെ നോക്കി. എങ്കിലും അവനൊന്നും പറഞ്ഞില്ല. എന്തേ, ഞാൻ വരില്ലെന്ന് കരുതിയോ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. അങ്ങനെയല്ല, നീ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാ വരുമ്പോഴേക്കും അടിച്ചു വാരിയത്. അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. അത് മനസ്സിലായി. അതെന്തിനാന്നാ ചോദിച്ചേ? അവൾ വീണ്ടും ചോദിച്ചു. എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ചോദിക്കുമ്പോൾ അവന്റെ മുഖത്തെ ഭാവം എന്തെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ ചോദ്യത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നത് പോലെ. തനിക്ക് അവനെ ഇഷ്ടമാണ്. ഒരു നോട്ടം കൊണ്ട് പോലും തന്റെ ഇഷ്ടം അവനെ ശല്യം ചെയ്യരുതെന്നും ആഗ്രഹിച്ചിരുന്നു. തന്നെക്കൊണ്ട് അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണുമോ? അതാവുമോ കാരണം? പക്ഷേ അവന് തിരിച്ച് തന്നോടും എന്തോ ഒരിഷ്ടമുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഇനി അത് തന്റെ വെറുമൊരു തോന്നലാകുമോ? എന്തായാലും ഇന്നുവരെ ആ ഇഷ്ടം തുറന്നു പറയാത്തതുകൊണ്ട് തന്നെ അവളൊന്നും അറിയാത്തതുപോലെ നിന്നു.
ഇല്ല, മനസ്സിലായില്ല. എന്താണേലും പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. ഉള്ളിലെ പതർച്ച പുറമേ കാണിക്കാതെ തന്നെ അവൾ പറഞ്ഞു. എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ നിനക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നോ? അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. അപ്പോ അതായിരുന്നു അല്ലേ കാര്യം? അവൾക്ക് ചെറുതല്ലാത്തൊരു ആശ്വാസം തന്നെ തോന്നി. അങ്ങനെയൊരു കാര്യം അവൾ ചിന്തിച്ചത് പോലുമില്ലായിരുന്നു. എന്തേ, തന്നോ? അവൻ വീണ്ടും ചോദിച്ചു. ഇല്ലെന്ന് അവൾ യാന്ത്രികമായി തന്നെ തലയാട്ടി. അപ്പോ നിനക്കത് അറിയാമല്ലേ? പിന്നെന്തിനാ വീണ്ടും വീണ്ടും വന്ന് നീ ഇവിടുത്തെ ജോലി ചെയ്യുന്നേ? നിനക്കെന്താ, തലയ്ക്ക് വട്ടുണ്ടോ? അവൻ വീണ്ടും ചോദിച്ചതും അവളൊന്ന് പൊട്ടിച്ചിരിച്ചു. അവൻ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. ശമ്പളം ആഗ്രഹിച്ചല്ല ഇവിടേക്ക് വരുന്നത്, ഈ ആളെ കാണാൻ, ഈ ആളോട് എന്തെങ്കിലും ഒന്ന് മിണ്ടാൻ. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ അവളുടെ നാവ് ധരിച്ചു. ഹൃദയം വെമ്പി. പക്ഷേ അവൾ അതിനെ ഹൃദയത്തിൽ തന്നെ അടക്കി നിർത്തി. പിന്നെ ഒന്നും പറയാതെ അവൾ തിരിഞ്ഞ് അടുക്കളയിലേക്ക് തന്നെ നടന്നു. അടിച്ചു വാരിയപ്പോൾ തന്നെ വൃത്തിയായിട്ടുണ്ട്. ഇനി തുടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനു മാത്രം പൊടിയോ അഴുക്കോ ഒന്നും നിലത്തില്ല. അതുകൊണ്ട് അവൾ പാത്രം കഴുകാമെന്ന് വെച്ചു. ചെന്നു നോക്കിയപ്പോൾ ഒരു പാത്രം പോലും കഴുകാനില്ല. കഴുകി വച്ചതിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. അവൾ എല്ലാ പാത്രവും തുറന്നു നോക്കി. എല്ലാം കാലിയാണ്. ഈ മനുഷ്യൻ ഇന്നൊന്നും വെച്ചുണ്ടാക്കിയില്ലേ? ഉണങ്ങിക്കിടക്കുന്ന സിങ്കിലേക്ക് അവളൊന്ന് നോക്കി. അപ്പോ ഒന്നും കഴിച്ചിട്ടുമില്ലേ? അവൾക്ക് കാര്യം പിടികിട്ടി. അവൾക്കെന്തോ ഒരു വേദന തോന്നി. അവൾ നേരെ ഹാളിലേക്ക് തന്നെ വന്നു. നേരത്തെ ഇരുന്നതുപോലെ തന്നെ ബുക്കും കയ്യിൽ പിടിച്ച് ഇരിക്കുന്നുണ്ട് അവൻ. പാത്രങ്ങളൊന്നും കഴുകാനില്ലേ? ഒന്നും കാണാനില്ല. അതും കഴുകി വെച്ചോ? അവൾ വാതിലിന്റെ കട്ടിളപ്പടിയിൽ ചാരി നിന്നുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് മൂളി. അതു കേട്ട് അവളുടെ ചുണ്ടിലൊരു ദയനീയമായ ചിരി വിരിഞ്ഞു. എന്താ കഴിച്ചേ? അവൾ വീണ്ടും ചോദിച്ചു. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവനൊന്ന് പരുങ്ങി. അവൻ എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല. അല്ല, ഇവിടെ വെച്ചുണ്ടാക്കിയതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. പുറത്തുനിന്നാണോ കഴിച്ചേ? അവൾ ചോദിച്ചു. ആ, പുറത്തുനിന്നാ. പൊറോട്ടയും ബീഫും. പെട്ടെന്ന് നാവിൽ വന്നത് അവൻ പറഞ്ഞു. അപ്പോ അടിച്ചു വാരാനുമില്ല, പാത്രം കഴുകാനുമില്ല. എന്നാ പിന്നെ തുടച്ചേക്കാം. അതും പറഞ്ഞവൾ വീണ്ടും അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങിയതും അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റുകൊണ്ട് അവളെ തടഞ്ഞു. പാർവതി, എന്താ ഇത്? ഇപ്പോൾ തന്നെ നീ ഒരുപാട് ക്ഷീണിച്ചു. 4 വീട്ടിലെ ജോലി എടുക്കാന്ന് വെച്ചാ എത്ര കഷ്ടപ്പെടണം. അതുകൂടാതെ ഇവിടത്തെ ജോലിയും. അവിടെ പണിയെടുത്താൽ നിനക്ക് പൈസയെങ്കിലും കിട്ടും. ഇവിടെയോ? അതുമില്ല. വെറുതെ എന്തിനാ കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഇവിടത്തെ പണിയൊന്നും എടുക്കേണ്ട. ചെല്ല്, വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. ആകെ വാടിത്തളർന്ന്. ബാക്കി പറയാതെ അവനൊന്ന് അവളെ തന്നെ നോക്കി. അവളുടെ കണ്ണുകളും അവന്റെ മുഖത്ത് തന്നെയായിരുന്നു. തന്നെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. തന്നെ ഓർത്ത് അവൻ വേദനിക്കുന്നു. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകും എന്നു മനസ്സിലായതും അവൾ വേഗം അവന്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാനോ? നല്ല കഥ. ഇത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയേച്ചിയുടെ ഫ്ലാറ്റിൽ പോകണം. അത് കഴിഞ്ഞ് സീതേച്ചിയുടെ ഫ്ലാറ്റിൽ. അതും കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റൂ. അവളൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. ആ ചിരിക്ക് പിറകിൽ നിറഞ്ഞു നിൽക്കുന്നൊരു നോവ് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. പൂവ് പോലൊരു പെണ്ണ്. പക്ഷേ ആ പൂവിന് തിളക്കമില്ല. അത് വാടി തളർന്നിരിക്കുന്നു. അവന് വല്ലാത്ത വേദന തോന്നി. അതിലുപരി അവളോട് വല്ലാത്തൊരു സ്നേഹവും. എനിക്കൊരു ജോലി കിട്ടട്ടെ, എവിടെയെങ്കിലും ഒന്ന് കാലുറപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കും എൻ്റെ ജീവിതത്തിലേക്ക്. ഒത്തിരി സ്നേഹം കൊണ്ട്, ഒത്തിരി സന്തോഷം കൊണ്ട് നിന്നെ മൂടാൻ. പിന്നെ ഈ കഷ്ടപ്പാടൊന്നും നിനക്ക് സഹിക്കേണ്ടി വരില്ല. എനിക്കൊരു കൂട്ടുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ മനസ്സിൽ പറഞ്ഞു. തന്നെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്താ ഇങ്ങനെ നോക്കുന്നേ? അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു. അതു കേട്ട് അവനൊന്ന് ചിരിച്ചു. അല്ല, തൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടല്ലേ താൻ ഇവിടെ ജോലിക്ക് വന്നേ? അമ്മയ്ക്ക് മാറിയില്ലേ? പിന്നെന്താ നീ ഈ ജോലി നിർത്താത്തെ? വേറെ എവിടെയെങ്കിലും നല്ലൊരു ജോലി നോക്കിക്കൂടെ? അവൻ ചോദിച്ചു. അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഈ ജോലിക്ക് എന്താ കുഴപ്പം? എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വമില്ലേ? അവൾ ചോദിച്ചു. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. എന്നാലും അമ്മയ്ക്ക് സുഖമായപ്പോൾ അമ്മ പറഞ്ഞതാണ് അമ്മ തന്നെ ഇനി ഇവിടെ വന്നോളാം എന്ന്.
എനിക്കും ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. പറഞ്ഞുകൊണ്ട് അവൾ അവനെയൊന്ന് നോക്കി. അവൻ്റെ ഹൃദയമൊന്ന് പിടച്ചു. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി. എന്താ അത്? അവൻ ചോദിച്ചു. അതോ അതുണ്ടല്ലോ. അവൾ വെറുതെ നാണം വന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് തല താഴ്ത്തി. അത് പറയ്, അവൻ വീണ്ടും ചോദിച്ചു. അതുണ്ടല്ലോ. അത് ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഇയാളെ കാണാൻ പറ്റുമോ? ഇയാളോട് മിണ്ടാൻ പറ്റുമോ? ഇതാകുമ്പോൾ കുറച്ചു നേരമെങ്കിലും ഇയാളെ കാണാലോ, ഇയാളോടൊന്ന് മിണ്ടാലോ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. കേൾക്കാൻ ഏറെ കൊതിച്ച വാക്കുകൾ, അവളുടെ ആ നോട്ടം, അത് ആത്മാവോളം ആഴത്തിൽ ആഴ്ന്നു ചെല്ലുന്നുണ്ടെന്ന് അവന് തോന്നി. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞതും രണ്ടുപേരുടെയും ഹൃദയമിടിപ്പ് ഒരുപോലെ കൂടി. സത്യം? അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ ചോദിച്ചതും അവളൊന്ന് ഞെട്ടി. അവൾ പെട്ടെന്ന് തന്നെ അവനിൽ നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. പിന്നെ അവനെ നോക്കിയൊന്ന് ചിരിച്ചു കാണിച്ചു. അയ്യടാ, അങ്ങനെ പറയുമെന്ന് ഇയാൾ കരുതിയോ? നല്ല കഥ. ശിവമംഗലത്തെ ശിവജിത്തിനെ ആഗ്രഹിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? അവൾ അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചതും അവൻ്റെ മുഖവും മാറി. അതുവരെ ആ കണ്ണിൽ തെളിഞ്ഞു കണ്ട ആ തിളക്കം ഇപ്പോൾ ഇല്ല. അവൾക്കത് മനസ്സിലായിരുന്നു. അവളുടെ നെഞ്ചിലും എവിടെയോ ഒരു പിടുത്തം, വേദന. പക്ഷേ പാടില്ല. അർഹിക്കാത്തത് ആഗ്രഹിക്കാൻ പാടില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ആള് ഏതോ വലിയ തറവാട്ടിലേതാണ്. കണക്കില്ലാത്ത സ്വത്തുക്കളുടെ ഒരേയൊരു അവകാശി. ആ അവകാശിയെ താൻ ആഗ്രഹിക്കാൻ പാടില്ല. അത് ശരിയല്ല. അവനും താനും തമ്മിൽ നക്ഷത്രവും പുൽക്കൊടിയും പോലെ വ്യത്യാസമുണ്ട്. അവനിലേക്ക് കുതിച്ചു ചാടുന്ന അവളുടെ മനസ്സിനെ അവൾ ശാസിച്ചു നിർത്തി. ശിവമംഗലം എന്നു കേട്ടതും അവൻ്റെ മുഖമാകെ മാറി. അവനാകെ വല്ലായ്മ തോന്നി. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ, ഓർക്കാൻ പാടില്ലാത്തതെന്തോ ഓർമ്മ വന്നതുപോലെ. ശിവമംഗലത്തെ ശിവജിത്തിനെ താൻ ആഗ്രഹിക്കേണ്ട. ഒന്നുമില്ലാത്ത, ജോലിയും കൂലിയും ഇല്ലാത്ത ശിവജിത്തിനെ തനിക്ക് ആഗ്രഹിക്കാലോ. അവനും നേർത്തൊരു കുസൃതിയോടെയാണ് അവളോടത് ചോദിച്ചത്. അവൾ അതിനൊന്നും പറഞ്ഞില്ല. വെറുതെ ഒന്ന് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവളെ തന്നെ ഒന്ന് നോക്കി അവൻ അവിടെ തന്നെ നിന്നു. അവൾ ഹാളിലേക്ക് തിരിച്ചു വരുമ്പോൾ അവളുടെ കയ്യിൽ 2 പ്ലേറ്റുണ്ട്. ഇതെന്തിനാ 2 പ്ലേറ്റ്? അവൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന 2 പ്ലേറ്റ് കണ്ട് അവനൊരു സംശയത്തോടെ തന്നെ അവളോട് ചോദിച്ചു. അതോ അത് ഊണ് കഴിക്കാൻ? അതിനെന്തിനാ 2 പ്ലേറ്റ്? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ മാത്രമല്ല, ഇയാളും എൻ്റെ കൂടെ ഊണ് കഴിക്കുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവളുടെ ബാഗിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന പാത്രമെടുത്ത് അത് 2 പ്ലേറ്റിലേക്കും വിളമ്പി. ഞാൻ ഫുഡ് കഴിച്ചതാ. എനിക്ക് വേണ്ട. അവൻ പറഞ്ഞതും അവളൊന്ന് അവനെ തന്നെ നോക്കി. ആയിക്കോട്ടെ, ഞാൻ അതിന് കഴിച്ചില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇത് ഞാനിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കുറച്ച് അധികമായി പോയി. വെറുതെ കളയാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ശിവമംഗലത്തെ ശിവജിത്തിന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോ. അവൾ പറഞ്ഞതും അവൻ അവളെ കണ്ണുകൾ വിടർത്തിയൊന്ന് നോക്കി. പ്ലീസ്, നല്ല മോനല്ലേ, എൻ്റെ ഈ ചെറിയ ആഗ്രഹം സാധിച്ചു തരണം. നടക്കില്ലെന്ന് പറയരുത് പ്ലീസ്. കണ്ണുകൾ ചുരുക്കി കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് പറയുന്നവളെ കണ്ട് അവൻ അറിയാതെ ചിരിച്ചുപോയി. താനൊന്നും കഴിച്ചിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്. വാന്നേ, ചെന്ന് കൈ കഴുകി വാ. അവൾ അവനെ പിറകിൽ നിന്നും ഉന്തിത്തള്ളി അടുക്കള വരെ എത്തിച്ചു. അവൻ കൈ കഴുകി വന്നതും അവളും ഒരു കസേരയിട്ട് അവനരികിലായി ഇരുന്നു. അവൻ 2 പ്ലേറ്റിലേക്കും ഒന്ന് മാറി മാറി നോക്കി. ചോറും കറികളുമെല്ലാം അവളേക്കാൾ കുറച്ചധികം തൻ്റെ പ്ലേറ്റിലാണുള്ളത്. അവളുടെ പ്ലേറ്റിൽ വളരെ കുറച്ച് ചോറ് ആണുള്ളത്. ഉള്ളത് കുറച്ചാണെങ്കിലും അത് 2ആക്കി പകുത്തു തന്നതാണ് തൻ്റെ വിശപ്പ് മാറാൻ. കഴിക്കുന്നതിന് മുൻപേ അവൻ്റെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു. ഇതാണോടി നിന്റെ കൂടുതൽ ചോറ്? അവളെ ഒന്ന് നോക്കി അവൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. കണ്ണിറുക്കി വെറുതെ ഒന്ന് ചിരിച്ചതേയുള്ളൂ. എന്നാ ഇതിന്ന് കുറച്ച് എടുക്കു പാറു. അവൻ തൻ്റെ പ്ലേറ്റ് കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. വല്ലപ്പോഴും മാത്രമേ അവൻ അവളെ പാറു എന്ന് വിളിക്കാറുള്ളൂ. അവനുള്ളിൽ അവളോട് അത്രയും സ്നേഹം തോന്നുമ്പോൾ, അത്രയും വാത്സല്യം തോന്നുമ്പോൾ മാത്രം. വേണ്ട ശിവേട്ടാ, എനിക്കിത് മതി. ഇത്രയേ എനിക്ക് കഴിക്കാൻ പറ്റൂ. ഞാൻ ഇത്രയേ കഴിക്കാറുള്ളൂ, അവൾ പറഞ്ഞു. അവളും ഇതുപോലെയാണ്. വല്ലപ്പോഴും മാത്രമേ അവനെ ശിവേട്ട എന്ന് വിളിക്കാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ, ഇയാള്, ശിവജിത്ത് എന്നൊക്കെയാണ് വിളിക്കാറ്. ഇതിപ്പോൾ അവൻ പാറു എന്ന് വിളിച്ചപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി.
അവളുടെ ശിവേട്ട എന്ന വിളിക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്തോ വല്ലാത്തൊരു പ്രത്യേകത. അത് കേൾക്കാൻ അവന് വല്ലാത്തൊരു ഇഷ്ടമാണ്. പക്ഷേ വളരെ പിശുക്കിയാണ് അവൾ അവനെ അങ്ങനെ വിളിക്കാറ്. ചോറും നല്ല ചുവന്ന ചീര തേങ്ങ ചിരവിയിട്ട് വെച്ച ഉപ്പേരിയും തേങ്ങാ ചമ്മന്തിയും പച്ചക്കറിയും അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉരുള നാവിൽ വെച്ചപ്പോൾ അവന് അവൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മയുണ്ടാക്കുന്ന അതേ രുചി. ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന. അത് ഹൃദയത്തിൽ നിന്നും ചിറകടിച്ചുയർന്ന് തൊണ്ടക്കുഴിയോളം വന്നെത്തി നിൽക്കുന്നു. അവനൊന്ന് കരയണമെന്ന് തോന്നി. പക്ഷേ ഇനി ആർക്കു മുൻപിലും കരയരുതെന്ന് പണ്ടേ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവനത് സ്വയം അടക്കിപ്പിടിച്ചു. എന്തു നോക്കിയിരിക്കുക, കഴിക്ക് ശിവേട്ട പറഞ്ഞുകൊണ്ട് അവൾ ബാക്കിയുള്ള ഉപ്പേരി മുഴുവനായും അവൻ്റെ പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുത്തു. മതി പറഞ്ഞുകൊണ്ട് അവൻ അവളെയൊന്ന് നോക്കി. കഴിക്കി, അവൾ വീണ്ടും പറഞ്ഞു. രാവിലെയും ഒന്നും കഴിച്ചിട്ടില്ല. അവന് നല്ല വിശപ്പുണ്ടായിരുന്നു. തൻ്റെ മുൻപിൽ ഇരിക്കുന്ന ആഹാരമാണ് താൻ ഇന്ന് വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദേറിയതെന്ന് പോലും അവന് തോന്നി. നേരത്തെ വരെ ഉണ്ടായിരുന്ന വയറ്റിൽ നിന്നുള്ള കാളൽ മാറി അവൾ മാറ്റിയിരിക്കുന്നു. അവൻ തനിക്കരികിലിരുന്ന് കഴിക്കുന്നവളെ ഒന്ന് നോക്കി. തന്നെ നോക്കാതെയാണ് അവൾ കഴിക്കുന്നത്. അവളെ കാണുമ്പോൾ അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി, വാത്സല്യം തോന്നി, ഇറുക്കെ ഇറുക്കെ പുണരാൻ തോന്നി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്ന് അവൾ തിരിഞ്ഞതും നിറഞ്ഞ കണ്ണുകളോടെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് കണ്ടത്. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ, നല്ല എരിവുണ്ടോ? അവൾ ചോദിച്ചു. ഇല്ലെന്നവൻ തലയാട്ടി. പിന്നെ അവളൊന്നും പറയാതെ ഇരുന്ന് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞതും അവൾ രണ്ടുപേരുടെയും പ്ലേറ്റ് അടക്കം പാത്രമെല്ലാം എടുത്ത് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവൻ്റെ പ്ലേറ്റിൽ കയറി പിടിച്ചു. വേണ്ട, ഞാൻ കഴുകിക്കോളാം, അവൻ പറഞ്ഞു. സാരമില്ലെന്നേ, ഞാൻ കഴുകിക്കോളാം പറഞ്ഞുകൊണ്ട് അവൾ പാത്രവും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ഹാളിലെ വാഷ് ബേസിനിൽ നിന്നും കൈ കഴുകി അവനും അവൾക്ക് പിറകെ അടുക്കളയിലേക്ക് ചെന്നു. അവൻ ചുമരും ചാരി അവൾ പാത്രം കഴുകുന്നതും നോക്കി അങ്ങനെ നിന്നു. അവൻ വന്നു നിൽക്കുന്നതറിഞ്ഞ് അവളൊന്ന് അവനെ തിരിഞ്ഞു നോക്കി ചിരിച്ചു. അമ്മയെ തിരിച്ചു വിളിച്ചിരുന്നോ? അവൾ പാത്രം കഴുകുന്നതിനിടയിൽ അവനോട് ചോദിച്ചു. അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ പതിയെ പറഞ്ഞു, ഇല്ല. അവളൊന്ന് അവനെ നോക്കി. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല. പക്ഷേ അമ്മയല്ലേ, പാവമുണ്ടാവും. സ്നേഹമുള്ളതുകൊണ്ടായിരിക്കില്ലേ ഇങ്ങനെ വിളിക്കുന്നത്? അതുകൊണ്ട് അമ്മ വിളിക്കുമ്പോൾ ഇനിയും ഫോൺ എടുക്കാതിരിക്കരുത്. പറ്റുമെങ്കിൽ തിരിച്ചു വിളിക്കണം. ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്തോ പറയണമെന്ന് തോന്നി. എല്ലാം ശരിയാകും. ഇപ്പോൾ അമ്മ വിളിക്കുന്നില്ലേ, അതുപോലെ അച്ഛനും വിളിക്കും. ഇയാൾക്ക് എല്ലാവരെയും തിരിച്ചു കിട്ടും. അവളൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൻ താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് ചിരിച്ചു. അത് വിട്, നമുക്കത് പിന്നെ സംസാരിക്കാം. അവന് ഈ കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ താല്പര്യമില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. പാത്രങ്ങൾ വേഗത്തിൽ കഴുകിയെടുത്തു. പ്ലേറ്റും ഗ്ലാസും അവിടെ സ്റ്റാൻഡിൽ കമഴ്ത്തുന്നതിൻ്റെ കൂട്ടത്തിൽ അവളുടെ പാത്രങ്ങൾ കൂടി അവൾ സ്റ്റാൻഡിൽ കമഴ്ത്തി വെച്ചു. ഇത് ഞാൻ വൈകിട്ട് പോകുമ്പോൾ എടുത്തോളാം. അപ്പോഴേക്കും വെള്ളം ഒന്ന് പൊയ്ക്കോട്ടെ, അവൾ പറഞ്ഞതും അവൻ തലയാട്ടി. എന്നാ ശരി, ഞാൻ പോവുകയാണേ പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. ബാഗ് എടുക്കുന്നില്ലേ? കസേരയിൽ തന്നെ ഇരിക്കുന്ന അവളുടെ ബാഗ് കണ്ട് അവൻ ചോദിച്ചു. അതിപ്പോൾ വേണ്ട, പാത്രം എടുക്കാൻ വരുമ്പോൾ ഞാൻ എടുത്തോളാം, അവൾ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി. അതിലൊന്നുമില്ല മാഷേ, ആകെ ഉണ്ടായിരുന്നത് ചോറും കറിയുമാണ്. പിന്നെ ഫോൺ, അത് വേണേൽ എടുത്തേക്കാം, ആരേലും വിളിച്ചാൽ അറിയില്ല പറഞ്ഞുകൊണ്ട് അവൾ ബാഗിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. എന്നാ ശരി, ഞാൻ പോവുക. അവൾ ഇറങ്ങി നടന്നു. അവൻ അവൾ പോകുന്നതും നോക്കി വാതിൽക്കൽ തന്നെ നിന്നു. തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് അവൾക്ക് ഇനി ജോലി. അവൾ അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ തന്നെ വാതിൽ തുറക്കുകയും ചെയ്തു. അകത്തേക്ക് കയറുന്നതിന് മുൻപായി അവൾ അവൻ്റെ ഫ്ലാറ്റിലേക്കൊന്ന് നോക്കി. അവിടെ വാതിൽക്കൽ അവൻ അവളെയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ ഒന്ന് നോക്കി ചിരിച്ച് കൈവീശി കാണിച്ച ശേഷം അവൾ ഫ്ലാറ്റിന് അകത്തേക്ക് കയറി. അവൾ അങ്ങ് കയറിപ്പോയതും അവനാകെ വല്ലാതെയായി. എന്തോ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു തരം വേദന. അവളെ ഓർത്ത് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും നാട്ടിലേക്ക് പോയി കളഞ്ഞാലോ എന്നുവരെ അവന് തോന്നിപ്പോയി. ഇനിയും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ ജോലി ശരിയാക്കണം. എങ്ങനെയെങ്കിലും ശരിയാക്കിയേ പറ്റൂ. അവൻ അകത്തേക്ക് കയറി വാതിലടച്ചു. ശേഷം ലാപ്ടോപ്പ് തുറന്ന് മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. 4-5 മെയിൽ വന്നു കിടപ്പുണ്ട്. അവൻ പ്രതീക്ഷയോടെ അതെല്ലാം തുറന്നു നോക്കി.
അതിലെല്ലാം ഒരേ കാര്യം, റിജക്ഷൻ. അവന് തല പെരുക്കുന്നത് പോലെ തോന്നി. തലമുടിയിൽ വിരൽ കടത്തി അവൻ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. അവനൊന്ന് ആർത്തു കരയണമെന്ന് തോന്നി. നെഞ്ചിൽ അത്രയും വലിയ ഭാരം വന്നു നിൽക്കുന്നത് പോലെ. അമ്മേ! അവൻ വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നീ ഒരിക്കലും നന്നാകില്ലെന്ന് പറഞ്ഞ അച്ഛനടക്കം പല മുഖങ്ങളും ആ സമയം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവരെല്ലാം പലതരത്തിൽ പറഞ്ഞ പല വാക്കുകളും. തനിക്ക് കിട്ടേണ്ട എല്ലാ ജോലിയും ഇല്ലാതാക്കുന്നത് അയാളാണ്. തന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനും അയാളുടെ കൂട്ടാളികളും. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം വീണ്ടും ആളിക്കത്തി. അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് അകത്തേക്ക് നടന്നു. കട്ടിലിൽ കമിഴ്ന്നു വീണ് ഒത്തിരി കരഞ്ഞു. കരച്ചിലിനൊടുവിൽ രണ്ടുപേരുടെ മുഖം അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. ഒന്ന് അവന്റെ അമ്മ, അവന്റെ ജീവൻ. രണ്ട് അവൾ, ഇപ്പോൾ അവനെ ജീവിക്കാൻ കൊതിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാരണം. കട്ടിലിൽ അങ്ങനെ കിടന്ന് അവൻ എപ്പോഴോ ഉറങ്ങിപ്പോയിരുന്നു. ശിവമംഗലം തറവാട്ടിലെ ബാലചന്ദ്രൻ നായരുടെയും ലക്ഷ്മിയമ്മയുടെയും ഒരേ ഒരു മകനാണ് ശിവജിത്ത്. ഇവിടെ ഇങ്ങനെ കയ്യിൽ പൈസയൊന്നുമില്ലാതെ ജീവിക്കേണ്ടവനല്ല അവൻ. പക്ഷേ ഇന്ന് അവൻ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണവും അവന്റെ അച്ഛനും ആ തറവാട്ടിലുള്ള മറ്റു പലരുമാണ്. അവനെ എല്ലാവരുടെ മുൻപിൽ വെച്ചും നാണം കെടുത്തി ഇറക്കി വിട്ടതാണ്. എന്നിട്ടും അവർക്ക് അവനോടുള്ള ദേഷ്യം തീർന്നില്ല. അവൻ എവിടെ ചെന്നാലും ജോലി കൊടുക്കാതിരിക്കാനുള്ള എല്ലാ പണികളും അവന്റെ അച്ഛൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി ഒത്തിരി സ്ഥലത്ത് ജോലിക്ക് ശ്രമിച്ചു. ഒന്നും ശരിയായില്ല. ഇപ്പോൾ അവനറിയാം ശരിയാവാത്തതല്ല, ശരിയാവാൻ സമ്മതിക്കാത്തതാണെന്ന്. തറവാട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഇപ്പോൾ 8-9 മാസം കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ നാണം കെട്ട ആ മണ്ണിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഓർക്കുമ്പോഴാണ് അവന് വേദന. അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ കണ്ണീരോടെ അവനെ തന്നെ നോക്കി നിന്നവർ. അതിപ്പോഴും അവന്റെ കണ്ണിൽ അങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഉറക്കത്തിൽ നിന്നും അവൻ കണ്ണു തുറന്ന് എഴുന്നേറ്റു. ബെഡിൽ കിടക്കുന്ന ഫോൺ എടുത്തു നോക്കി. സമയം 5 മണിയാകുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. അവിടെ ചെന്ന് അവൻ വെറുതെ പുറത്തേക്കൊന്ന് നോക്കി നിന്നു. വെയിൽ ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നേർത്തൊരു ചൂട് ഇപ്പോഴും അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. എങ്കിലും ഇടയ്ക്ക് വരുന്ന തണുത്ത ഒരിളം കാറ്റ് ആ ചൂടിനെ ദൂരേക്ക് കൊണ്ടുപോകുന്നു. അവൻ ആ ഇളം കാറ്റും കൊണ്ട് അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് പുറത്തേക്ക് നടന്നു പോകുന്ന പാർവതിയെ അവൻ കണ്ടത്. ഇവളിപ്പോ പോകുന്നേ ഉള്ളോ? അവൻ ചിന്തിച്ചു. അപ്പോഴാണ് അവൻ ഓർത്തത് സമയം 5 മണിയാകുന്നേ ഉള്ളൂന്ന്. അല്ലെങ്കിൽ അവൾ 5-5:30 ആകും പോകാൻ. നേരത്തെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഒരുപാട് സമയമായതുപോലെ അവന് തോന്നിയതാണ്. അല്ല, ഇവൾക്ക് ഇവളുടെ ബാഗൊന്നും വേണ്ടേ? വെറും കൈയോടെ നടന്നു പോകുന്ന അവളെ കണ്ട് അവൻ ചിന്തിച്ചു. പാത്രം മറന്നാലും ബാഗൊക്കെ എടുക്കാൻ ആരേലും മറന്നു പോകുമോ? അങ്ങനെയും ചിന്തിക്കാതിരിക്കാൻ അവനായില്ല. അവൻ അവളെ പിറകിൽ നിന്നും വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചത്. ഇവളിതേടേക്കാ? വീട്ടിലേക്കല്ലേ? ഗേറ്റ് കടന്ന് റോഡിലേക്ക് കയറി ഇടത്തോട്ട് പോകുന്നവളെ കണ്ട് അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അവളുടെ വീട് വലതുവശത്തേക്കാണ്. അവളെ തന്നെ നോക്കി നിന്നപ്പോഴാണ് അവൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നതെന്ന് അവന് മനസ്സിലായത്. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അല്പസമയം കഴിഞ്ഞ് കയ്യിലൊരു കവറുമായി അവൾ പുറത്തേക്കിറങ്ങിയതും അവൻ വേഗം അകത്തേക്ക് വന്നു. ഹോട്ടലിൽ നിന്നിറങ്ങി ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവൾ അവന്റെ ബാൽക്കണിയിലേക്കൊന്ന് നോക്കി. അവിടെ ആരുമില്ല. അവളൊരു ചിരിയോടെ അവിടേക്ക് നടന്നു. അവൻ അകത്തെത്തി കുറച്ചു സമയം കഴിഞ്ഞതും അവിടത്തെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. അവൻ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും മുൻപിൽ ചിരിയോടെ നിൽക്കുന്നുണ്ട് അവൾ. അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കടന്നു. ശേഷം ആ കവർ അവന് നേരെ നീട്ടി. ഇതെന്താ ഇത്? അവനൊന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ആദ്യം ഇത് വാങ്ങ്, അവൾ പറഞ്ഞതും അവനത് കയ്യിൽ വാങ്ങി. പതിയെ അവൻ ആ കവർ വിടർത്തി നോക്കി. ബിരിയാണിയോ? ഇതെവിടുന്നാ 2 എണ്ണം? അവനൊന്നും കണ്ടിട്ടില്ലാത്തതുപോലെ വീണ്ടും അവളോട് ചോദിച്ചു. അത് ലക്ഷ്മിയേച്ചി തന്നതാ. അവിടെ ആരൊക്കെയോ വിരുന്നുകാർ വരുന്നുണ്ട്. എനിക്കും അമ്മയ്ക്കും കൂടി തന്നതാ. ഞങ്ങൾ ഇത്രയൊന്നും കഴിക്കില്ല. 1 മതി. 1 ശിവേട്ടൻ എടുത്തോ. ഇനിയിപ്പോ രാത്രിയിലേക്ക് ഒന്നും വെച്ചുണ്ടാക്കേണ്ടല്ലോ. എല്ലേൽ പുറത്തുനിന്ന് വാങ്ങണം. അതൊന്നും വേണ്ട. ഇന്ന് നല്ല കുട്ടിയായി ഇതും കഴിച്ച് ഇവിടെ കിടക്കാൻ നോക്ക്. അവസാനമാകുമ്പോഴേക്കും അവളുടെ സ്വരത്തിൽ ഒരു അധികാരഭാവം ഉണ്ടോ എന്ന് അവന് തോന്നി. ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ അവൻ ഓർത്തു. അവൻ മറുത്തൊന്നും പറയാതെ കവറിൽ നിന്നും ബിരിയാണിയുടെ ഒരു ബോക്സ് കയ്യിലെടുത്തു. അറിയാം അവൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന്. പക്ഷേ അത് തന്നെ ഓർത്താണ്.
അതിലൊരു പ്രത്യേകതരം സ്നേഹം, കരുതലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈ കാണിക്കുന്ന അലിവിനും സ്നേഹത്തിനും താൻ എന്താണ് പകരം തരേണ്ടത്? എങ്ങനെയാണ് പകരം തരേണ്ടത്? എന്നെ തന്നെ തന്നാൽ മതിയോ? ഈ ജീവിതം തന്നെ തന്നാൽ മതിയോ? അവളെ ഒരുപാട് സ്നേഹിക്കാൻ അവന് തോന്നി. ജീവിതാവസാനം വരെ ചേർത്ത് പിടിക്കാൻ അവന് തോന്നി. അപ്പോഴേക്കും അവൾ അടുക്കളയിൽ ചെന്ന് അവളുടെ പാത്രങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വന്നിരുന്നു. അവൾ അത് ബാഗിൽ വെക്കുമ്പോഴും അവൻ ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. ഹലോ മാഷേ, ഞാൻ പോയിട്ട് ആലോചിച്ചു നിൽക്കാം. ഇങ്ങനെ വാതിലും തുറന്നിട്ട് ആലോചിച്ചു നിന്നാൽ ആരേലും അകത്ത് കയറിയാലും അറിയില്ലല്ലോ. എന്നാ ശരി, ഞാൻ അങ്ങ് പോയേക്കാണ്. അവൾ പറഞ്ഞപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നത്. അവനൊരു ചിരിയോടെ അവളെ ഒന്ന് നോക്കി തലയാട്ടി. അവൾ വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവൻ ആ വാതിൽക്കൽ വന്നു നിന്നു. കണ്ണിൽ നിന്നും അവൾ അങ്ങ് മറിഞ്ഞതും അവൻ വേഗം അകത്തേക്ക് കയറി വാതിലടച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. ബാഗും തൂക്കി അവൾ നടന്നു പോകുന്നതും നോക്കി അവൻ അങ്ങനെ നിന്നു. അവളൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അവന് കൊതി തോന്നാതെയിരുന്നില്ല. അവൻ ചിന്തിച്ചു തീർന്നതും അവൾ തിരിഞ്ഞു നോക്കിയതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം. അവൾ അവൻ്റെ നേരെ ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. അവനും ഒരു ചിരിയോടെ അവൾക്ക് നേരെ കൈവീശി. അവൾ ദൂരേക്ക് മായുന്നത് അവനൊരു നോവോടെ നോക്കി നിന്നു. ഇനി അവളെ ഒന്ന് കാണണമെങ്കിൽ, അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ നാളെയാകണം. അവന് വല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നി. കുറച്ചു നേരം കൂടി അവിടെ അങ്ങനെ നിന്ന ശേഷമാണ് അവൻ മുറിയിലേക്ക് വന്നത്. അപ്പോഴും തൊട്ടടുത്ത ഫ്ലാറ്റിലെ മുറിയുടെ ജനവാതിലിന് പിറകിൽ നിന്നും അവൾക്ക് നേരെ നീണ്ടുവന്ന ആ നോട്ടം അവളോ അവനോ അറിഞ്ഞിരുന്നില്ല. അവൾ ചിരിച്ചുകൊണ്ട് കൈവീശി കാണിക്കുന്നത് ആരെയാവും എന്നോർത്ത് അയാൾക്ക് ദേഷ്യം തോന്നി. ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും അയാളൊന്ന് ഓർത്തു നോക്കി. അവസാനം അത് 5-ാം നമ്പർ ഫ്ലാറ്റിൽ എത്തി നിന്നു. 5-ാം നമ്പറിലെ ശിവജിത്ത്. അതെ, അവിടേക്ക് തന്നെയാണ് അവൾ നോക്കിയത്. അത് ഓർക്കുമ്പോൾ തന്നെ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ദേഷ്യം കൊണ്ട് അയാൾ കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു.